ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ വീണ്ടും ന്യായീകരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് ശങ്കരദാസെന്നും മനഃപൂർവ്വമല്ലാതെ പാളിച്ചയുണ്ടായോ എന്നറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ശങ്കരദാസിനെ. നിങ്ങൾ അറിയുന്ന ശങ്കരദാസ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യില്ല. ഇതുമാത്രമല്ല, തെറ്റൊന്നും ചെയ്യില്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അറിയാതെ വല്ല പാളിച്ചയെ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി പറയുകയാണ്, അന്വേഷണത്തിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ തെറ്റ് ചെയ്ത ആളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ LDFോ രക്ഷിക്കില്ല, പരിരക്ഷിക്കില്ല. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, നേരത്തെ വാസുവിനെ കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതും ഞാൻ അറിയുന്ന വാസു അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡിന് ഭരണപരമായ വീഴ്ചയുണ്ടായി എന്നുള്ളത് മാത്രമാണോ ഇപ്പോൾ ബിനോയ് വിശ്വം പറയാൻ ശ്രമിക്കുന്നത്? അറിയാതെ ചില കാര്യങ്ങൾ പാളിച്ചയുണ്ടായോ, മനഃപൂർവ്വമല്ലാതെ പാളിച്ചയുണ്ടായോ, ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ ഒപ്പിട്ടു എന്നത് മാത്രമാണ് ഇപ്പോൾ KP ശങ്കരദാസിനെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം. ഏതെങ്കിലും തരത്തിൽ KP ശങ്കരദാസ് പണം വാങ്ങിയെന്നതുവരെ കണ്ടെത്തിയിട്ടില്ല. അതാണോ ബിനോയ് വിശ്വം പറയാൻ ശ്രമിച്ചത്? മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഇവിടെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് CPIയുടെ ദേവസ്വം ബോർഡിലെ പ്രതിനിധി കൂടിയാണ് KP ശങ്കരദാസ്. ശങ്കരദാസിനെ നേരത്തെ അനുകൂലിച്ച് CPI നേതാക്കൾ ഇതിനു മുൻപും പ്രതികരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴിതാ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ അദ്ദേഹം തെറ്റൊന്നും ചെയ്യുകയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടാകാം. സാങ്കേതികമായി ഇവിടെ മഹർസറിൽ ഒപ്പിട്ടത്, ഒപ്പം തന്നെ ദേവസ്വം മാനുവൽ ലംഘനം നടത്തി, ഇതൊക്കെ തന്നെ സാങ്കേതികമായ പിഴവുകളായി പലരും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അത്തരത്തിൽ തന്ത്രി പോലും അങ്ങനെ വ്യാജ മഹർസറിൽ ഒപ്പിട്ടതിനെ സാങ്കേതികമായി അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴിതാ സംസ്ഥാന സെക്രട്ടറി KP ശങ്കരദാസിനെ ന്യായീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ, എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം പൂർത്തിയാകട്ടെ. പൂർത്തിയായ ശേഷം അത് എന്ത് വേണമെന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കും. എന്തായാലും ധൃതി പിടിച്ച് KP ശങ്കരദാസിനെതിരെ ഒരു അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങുന്ന നിലപാട് പാർട്ടി ഇപ്പോൾ കൈക്കൊള്ളുന്നില്ല. കാരണം പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസാക്ഷിയുള്ള പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടി ഇപ്പോഴത്തെ ശങ്കരദാസ് 2 ആഴ്ചയോളം അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ശങ്കരദാസിനെ ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റുമോ എന്നടക്കമുള്ള കാര്യത്തിൽ നിന്ന് തീരുമാനമുണ്ടാകും. SIT നിയോഗിച്ച പ്രത്യേക മെഡിക്കൽ ബോർഡ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ കാണിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിൽക്കണോ, അതല്ലെങ്കിൽ ജയിലിലേക്കോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രി സെല്ലിലേക്കോ മാറ്റണോ എന്ന കാര്യത്തിൽ നിലപാടെടുക്കേണ്ട ദിവസമാണെന്ന് ആ ദിവസം തന്നെയാണ് ഇപ്പോഴിതാ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സാങ്കേതികമായ ടെക്നിക്കലായ ഏതെങ്കിലും പിഴവുകളായിരിക്കാം എന്നുള്ള ഒരു പരാമർശം നടത്തുന്നത്. ഡോക്ടർ താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ കേസിൽ പല നേതാക്കൾക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പാർട്ടി CPM-ഉം CPI ആണെങ്കിലും ഭരണപരമായ വീഴ്ചയ്ക്കും അപ്പുറം ഇവർ ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി ഈ കൊള്ളയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിലാണ് അവർക്ക് സംശയമുള്ളത്. അതെന്തായാലും ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ വ്യക്തിപരമായിട്ട് ഇവർ ഏതെങ്കിലും സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ, അങ്ങനെ അതല്ല ഭരണപരമായ മേൽത്തോട്ടപ്പിഴവാണോ, ആ കാര്യങ്ങളൊക്കെ ചാർജ് ഷീറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവും. വിചാരണ വേളയിൽ കോടതിയിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. ചാർജ് ഷീറ്റിൽ എന്ത് പറയുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പാർട്ടി ഇനി നിലപാടെടുക്കാൻ പോകുന്നത്. അത് CPM ആണെങ്കിലും CPI ആണെങ്കിലും.